ഡോക്ടർ പോൾ ബ്രാൻഡിൻ്റെ ഒരു പുസ്തകമുണ്ട്, പെയിൻ ദ ഗിഫ്റ്റ് നോബഡി വാണ്ട്സ്. വേദന ആർക്കും വേണ്ടാത്ത സമ്മാനം. അദ്ദേഹം കുഷ്ഠരോഗത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും കുറേ അധികം പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ള ഡോക്ടറാണ്. അദ്ദേഹം പറയുന്നത് കുഷ്ഠമെന്ന് പറയുന്നത് നമ്മൾ സ്പർശനം അറിയുന്നില്ല. അപ്പോൾ നമ്മുടെ കൈയും കാലമൊക്കെ എവിടെയെങ്കിലും മുട്ടിയാൽ നമ്മൾ അറിയുന്നത് നമ്മൾ വേദനിക്കുമ്പോഴാണ്. അപ്പോൾ നമ്മൾ നോക്കും, അവിടെ മുറിഞ്ഞിട്ടുണ്ടോ നോക്കും, നമ്മൾ അതിന് ചികിത്സ ഇടും. ഇപ്പോൾ എവിടെ മുട്ടിയാലും നമ്മൾ അറിയുന്നില്ല. നമ്മുടെ കൈയും കാലമൊക്കെ മരവിച്ചിരിക്കുകയാണെങ്കിൽ കൂടുതൽ അപകടമാണ്. വേദന അറിയുന്നത് കൊണ്ടാണല്ലോ നമ്മൾ കരുതലോടെ നോക്കുന്നത്. അപ്പോൾ വേദന ഇല്ലാതിരുന്നാലോ? ഇത് തന്നെയാണ് മനസ്സിൻ്റെ കാര്യവും. കുറ്റബോധം, അനുതാപം, സങ്കടം, ഇത്തരം വികാരങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമ്മളൊരു തെറ്റ് ചെയ്താൽ നമുക്ക് തെറ്റാന്ന് പോലും മനസ്സിലാകുന്നില്ല. അപ്പോൾ നമ്മളതിനെക്കുറിച്ച് റിഗ്രറ്റ് ചെയ്യുന്നില്ല, നമുക്കതിനെക്കുറിച്ചൊരു അനുതാപം ഉണ്ടാകുന്നില്ല. അപ്പോൾ അത് കൂടുതൽ അപകടത്തിലേക്ക് നയിക്കും. അപ്പോൾ വേദന എന്ന് പറയുന്നത് അത് നമ്മൾ ഫിസിക്കലി നോക്കിയാലും മെൻ്റലി നോക്കിയാലും അത് അനുഗ്രഹമാണ്. അതുള്ളത് കൊണ്ടാണ് നമുക്ക് കരുതലോടുകൂടി ജീവിക്കാൻ പറ്റുന്നത്. ഇന്നത്തെ ഗോസ്പലിൽ പറയുന്നത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിലേക്ക് കയറിയിട്ടില്ല എന്ന്. സ്വർഗം എന്ന് പറയുന്നത് സന്തോഷത്തിൻ്റെ ഇടമാണ്, ഭൂമി എന്ന് പറയുന്നത് സങ്കടത്തിൻ്റെ ഇടമാണ്. അപ്പോൾ ഈ സങ്കടത്തിൻ്റെ ഇടത്തിലേക്ക് ഇറങ്ങാത്ത ഒരാൾക്കും തന്നെ സ്വർഗത്തിൻ്റെ സന്തോഷത്തിലേക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ ഭൂമിയിലെ സങ്കടങ്ങൾ നമ്മൾ സ്വീകരിക്കണം. ശരിക്കൊന്ന് ആലോചിച്ച് നോക്കിയേ, സ്വർഗത്തിൽ കുരിശുണ്ടോ? സ്വർഗത്തിൽ കുരിശില്ല. കുരിശുള്ളത് ഭൂമിയിലാണ്. പക്ഷെ ഭൂമിയിലെ കുരിശെന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ അടയാളമാണ്, സ്വർഗത്തിൻ്റെ അടയാളമാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ടല്ലോ, ഇവിടെ നമ്മൾ അടയാളങ്ങളിലൂടെ കാണുന്നത് നമ്മൾ സ്വർഗത്തിൽ നേരിട്ട് കാണും. അപ്പോൾ നേരിട്ട് കാണാൻ പറ്റുമെങ്കിൽ പിന്നെ അടയാളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ സ്വർഗത്തിൽ ശരിക്കും കുരിശില്ല. പക്ഷേ ഭൂമിയിൽ നമ്മൾ അനുഭവിക്കുന്ന സ്വർഗത്തിൻ്റെ പേരാണ് കുരിശെന്നുള്ളത്.